സർ, ചരിത്രാതീത കാലം മുതലേ കീരിയും പാമ്പും ശത്രുക്കളാണ്. അതെ, അവർ ഒരുമിച്ച ഒരു കഥ അല്ലെങ്കിൽ ഒരു ചരിത്രം നമ്മൾ കേട്ടിട്ടേ ഇല്ല. പക്ഷെ ഇതാ ഇപ്പോൾ ആദ്യമായിട്ട് കീരിയും പാമ്പും ഒരുമിച്ചിരിക്കുന്നു. റഷ്യയെ പിന്തുണച്ച് അമേരിക്ക, അതും വെറും പിന്തുണയല്ല, ശക്തമായ പിന്തുണയുമായിട്ട് UN ഐക്യരാഷ്ട്രസഭയിൽ വോട്ട് ചെയ്തിരിക്കുകയാണ് റഷ്യയ്ക്ക് അനുകൂലമായിട്ട്. എന്നാൽ റഷ്യക്കെതിരെ വന്ന മറ്റൊരു പ്രമേയത്തെ അവർ നിഷ്കരണം തള്ളിക്കളയുകയും ചെയ്തിരിക്കുന്നു. എന്താണ് സാർ? അങ്ങനെ കീരിയും പാമ്പും എന്ന് പറയാൻ പറ്റത്തില്ല. അത് ചരിത്രപരമായിട്ടുള്ള മണ്ടത്തരമായിരിക്കും. കാരണം അവര് ലോകമഹായുദ്ധങ്ങളിൽ രണ്ടിലും ഒരുമിച്ചാണ് നിന്നത്. രണ്ട് രാജ്യങ്ങളും ഒരുമിച്ചാണ് ലോകമഹായുദ്ധങ്ങളിൽ, ഒന്നാം ലോകമഹായുദ്ധം, രണ്ടാം ലോകമഹായുദ്ധം. അതിനുശേഷം ക്രമേണ കമ്മ്യൂണിസത്തിൻ്റെ കീഴിൽ റഷ്യ ഒരു ശക്തി ഉള്ള രാജ്യമായിട്ട് മാറിയപ്പോൾ തങ്ങളുടെ ശക്തിക്ക് വെല്ലുവിളിയാകും എന്നുള്ള ഒരു ഭീഷണി വന്നപ്പോഴാണ് അവർ തമ്മിൽ ശീതസമരം തുടങ്ങുകയും ആർമഡോ ഒക്കെ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായത്. നമ്മുടെ ക്യൂബയെ സംബന്ധിച്ചുള്ള വലിയൊരു മൂന്നാം മഹാലോകയുദ്ധത്തിലേക്ക് എത്തുന്ന തരത്തിലുള്ള സൈനിക നടപടികൾ, പെട്ടെന്ന് തന്നെ അതിൻ്റെയുള്ള പിന്മാറ്റവും ഒക്കെ ചേർന്ന് വലിയ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷമാണ് പരസ്പരം ഇങ്ങനെ വൈരത്തിലും ശീതസമരത്തിലും ഒക്കെയായിരുന്നു. അതിനുശേഷം ഉണ്ടാവുന്ന ആദ്യത്തെ സംഭവമാണ് ലോകം കീഴ്മേൽ മറിഞ്ഞതുപോലെയുള്ള ഒരു സംഭവം. ലോകം കീഴ്മേൽ മറിഞ്ഞിരിക്കുന്നു. അതായത് ഐക്യരാഷ്ട്ര സഭയിലാണ് ഇത് സംഭവിച്ചത്. അതിൻ്റെ പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ അവിടെ റഷ്യക്കെതിരെ അവിടെ യുദ്ധം നടത്തിക്കൊണ്ടിരുന്ന അമേരിക്കയാണ്. ഫലത്തിൽ യുക്രൈനല്ല. യുക്രൈൻ എന്ന് പറഞ്ഞാൽ അതിനുള്ള ശക്തിയൊന്നുമില്ല. ചുമ്മാതായാൽ ഈ വ്ളാദിമിർ സെലൻസ്കി വെറുതെ വാചകം അടിച്ച് നടക്കുന്നതല്ലാതെ ഓക്സിജൻ, യുക്രൈൻ ശ്വസിക്കുന്ന ഓക്സിജൻ നൽകുന്നത് അമേരിക്കയാണ്. യൂറോപ്പിനും വലുതായിട്ട് കാര്യമൊന്നുമില്ല. ആ അമേരിക്ക 360 ഡിഗ്രി കറങ്ങിക്കൊണ്ട് ഇപ്പോൾ റഷ്യക്ക് അനുകൂലമായിരിക്കുന്നു. വെറുതെ പറയുന്നതല്ല, ട്രംപ് പറഞ്ഞ ചില സത്യങ്ങളുണ്ട്. പരമായിട്ട് തെരഞ്ഞെടുപ്പ് നടക്കേണ്ട രാജ്യമാണ് ഭരണഘടന അനുസരിച്ച് യുക്രൈൻ. പക്ഷേ അവിടെ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ നടക്കുന്നില്ല. തെരഞ്ഞെടുപ്പ് നടന്നാൽ സെലൻസ്കി ഒരുപക്ഷെ തോറ്റുപോകും. അത് ഭയന്നിട്ട് യുദ്ധത്തിൻ്റെ ലേബലിൽ തെരഞ്ഞെടുപ്പ് നടത്താതെ ഏകാധിപതിയായി അവിടെ ഭരിച്ചുകൊണ്ട് യുക്രൈൻകാരെയും റഷ്യക്കാരെയും കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുക. എങ്ങനെ? അവർക്കതിനുള്ള വിഭവങ്ങളുണ്ടോ, സോഴ്സ് ഉണ്ടോ, സൈന്യമുണ്ടോ, ശക്തിയുണ്ടോ? ഒന്നുമില്ല. എല്ലാം കൊടുക്കുന്നു. അവർക്ക് പണം കൊടുക്കുന്നത് പോലും അമേരിക്ക. ഏതാണ്ട് 67,000 കോടി രൂപയുടെ ആയുധങ്ങളും പണവുമാണ് അവർ കൊടുത്തിട്ടുള്ളത്, വെറും ഫ്രീ ആയിട്ട്. കഴിഞ്ഞ ബൈഡൻ 5 പൈസ കൊടുത്തിട്ടില്ല. ഇപ്പോൾ ഇതിന് അക്കൗണ്ടബിലിറ്റി ഉണ്ടാക്കണമെന്ന് ട്രംപ് ആവശ്യപ്പെട്ടിരിക്കുക. കാരണം ഞങ്ങൾ തന്ന തുകയ്ക്ക് തുല്യമായിട്ടുള്ള അപൂർവ ധാതുക്കൾ യുക്രൈനിലുണ്ടെന്നാണ് പറയുന്നത്. ലിഥിയം ഉൾപ്പെടെയുള്ള സെമി കണ്ടക്ടർ വ്യവസായത്തിനുമൊക്കെ വളരെ ആവശ്യമായിട്ടുള്ളത് ചൈനയിലാണ് അത് കൂടുതലുള്ളത്. അതാണ് ചൈനയുടെ വളരെ ഗതിവേഗത്തിലുള്ള അതിൻ്റെ പുരോഗതി അങ്ങനെ സംഭവിച്ചതാണെന്നാണ് പറയുന്നത്. അപ്പോൾ ആ ലിഥിയമൊക്കെ അമേരിക്കയ്ക്ക് കൊടുക്കണം. അമേരിക്ക ഗ്രീൻലാൻഡിൽ നോക്കുന്നുണ്ട്, പക്ഷേ ഗ്രീൻലാൻഡ് ഉടനെയൊന്നും വിട്ടുകിട്ടില്ല. അപ്പോൾ അതൊക്കെ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു എഗ്രിമെൻറ്റ് വരുമ്പോൾ അത് സോളിഡായിട്ടുള്ള ഒരു എഗ്രിമെൻ്റായിട്ട് വരും. മനസ്സിലായോ? അപ്പോൾ ആ സ്ഥിതി ഉണ്ടാവാൻ വേണ്ടിയിട്ട് സമാധാനം വേണം. ആ സമാധാനം ഉണ്ടാകാൻ വേണ്ടിയിട്ട് എന്തു വേണം? റഷ്യയെ പ്രീണിപ്പിക്കണം. ഇപ്പോൾ അതാ സംഭവിച്ചിരിക്കുന്നത്. അവിടെ നടന്ന വളരെ പ്രധാനമായിട്ടുള്ള യുക്രൈനെ സംബന്ധിച്ചുള്ള ഒരു പ്രമേയമാണ് അവിടെ പാസ്സാക്കിയത്. യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം കൂടെ ശക്തമായിട്ട് റഷ്യ അതിൻ്റെ അധിനിവേശം അവസാനിപ്പിക്കണം, യുക്രൈൻ്റെ ഭൗമപരമായിട്ടുള്ള സ്വാതന്ത്ര്യം അവർക്ക് വിട്ടുകൊടുക്കണമെന്നൊക്കെ പറഞ്ഞ് വളരെ ശക്തമായ ഭാഷയിൽ റഷ്യയെ അപലപിക്കുന്ന ഒരു പ്രമേയമാണ് കൊണ്ടുവന്നത്. എന്താ സംഭവിച്ചതെന്ന് നോക്കൂ. പണ്ടിങ്ങനെയുള്ള പ്രമേയങ്ങൾ വരുമ്പോൾ വൻ ഭൂരിപക്ഷത്തോടെ അവിടെ പാസ്സാകുകയാണ് ചെയ്യുന്നത്. പിന്നെ സെക്യൂരിറ്റി കൗൺസിൽ വരുമ്പോൾ റഷ്യയ്ക്ക് വീറ്റോ അവകാശമുള്ളതുകൊണ്ട് അവിടെ തട്ടപ്പെടുകയാണ് ചെയ്യുന്നത്, അവിടെ വീറ്റോ ചെയ്യപ്പെടുകയാണ്. ഇവിടെ അല്ല, ഐക്യരാഷ്ട്രസഭ ജനറൽ അസംബ്ലിയിൽ തന്നെ അമേരിക്ക ആ കൊണ്ടുവന്ന പ്രമേയത്തെ എതിർത്തു. അമേരിക്ക കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ അതിനെ സഹായിച്ച എത്ര രാഷ്ട്രങ്ങളാണെന്നറിയോ? ഐക്യരാഷ്ട്രസഭയിലെ 100 രാജ്യങ്ങൾ അവരെ പിന്തുണച്ചു. 100 രാജ്യങ്ങൾ. മറുവശത്ത് ആദ്യമായിട്ട് 93 രാജ്യങ്ങൾ അവർക്ക് ഭൂരിപക്ഷമില്ലാതെ പ്രമേയം തള്ളിപ്പോയി. അതാണ് അമേരിക്കയുടെ ശക്തി എന്ന് പറയുന്നത്. പിന്നെ വേറെ ഒരു പ്രമേയം കൂടി കൊണ്ടുവന്നു, യുക്രൈൻ യുദ്ധം നിർത്തണമെന്ന് അത്രയേ ഉള്ളൂ അതിൽ. ആ പ്രമേയത്തിലാണെങ്കിൽ അമേരിക്ക പങ്കെടുക്കാതെ പുറത്തിറങ്ങിയിരുന്നു.
അതിൽ കാരണം എന്താണെന്ന് വെച്ചാൽ റഷ്യയുടെ സൃഷ്ടിയാണ് യുദ്ധം. അത് പിൻവലിക്കണമെന്ന് ആദ്യം പറഞ്ഞിരിക്കുന്നത്. അതിനോട് ഇവർക്ക് യോജിപ്പില്ല. വാസ്തവത്തിൽ യുക്രൈൻ്റെ സൃഷ്ടിയാണ് യുദ്ധം. വെറുതെ മസിൽ പിടിച്ച് നാറ്റോ രാജ്യത്തിൽ ചേരുക തുടങ്ങിയ പ്രമേയങ്ങളല്ല, ലക്ഷ്യങ്ങൾ വെച്ച് മുന്നേറുക. ഈ നാറ്റോ രാജ്യങ്ങളെന്ന് പറഞ്ഞാൽ ഇത് ആവശ്യമില്ലാത്ത കാര്യമാണ് ഇപ്പോൾ യുക്രൈൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നാറ്റോയിലൊന്നും അവർ വരേണ്ട ആവശ്യമൊന്നുമില്ല, അതിനുള്ള ശക്തിയൊന്നും അവർക്കില്ല. ഇപ്പോൾ ഈ ലോകത്തിൻ്റെ ഈ സന്തുലിതാവസ്ഥ ഇപ്പോൾ മാറ്റേണ്ട ഒരാവശ്യവുമില്ല. റഷ്യയെ പേടിപ്പിക്കാൻ വേണ്ടി നാറ്റോ സഖ്യത്തിൽ ചേരുക. അപ്പോൾ യുക്രൈൻ എന്തെങ്കിലും വന്നാൽ ഈ നാറ്റോ രാജ്യങ്ങളുടെ ബാധ്യതയാണ് യുക്രൈൻ്റെ രക്ഷയ്ക്കെത്തുക. അതാണ് ഇയാളുടെ തന്ത്രം, സെലൻസ്കിയുടെ. പിന്നെ അവർക്കൊന്നുമില്ലെങ്കിലും വന്ന് എല്ലാവരും കൂടെ സഹായിച്ചോണമെന്നുള്ളതാണ് പരിപാടി. മനസ്സിരിക്കട്ടെ എന്ന് പറഞ്ഞു. ഇപ്പോൾ ട്രംപ് പറയുന്നത് അതാണ്. നിങ്ങൾ നാറ്റോയിൽ ചേരുക എന്ന് പറഞ്ഞാൽ അത് റഷ്യയ്ക്ക് ഉണ്ടാക്കുന്ന ഒരു വലിയ പ്രൊവക്കേഷനാണ്, പ്രകോപനമാണ്. അതിൻ്റെ ഒന്നും ആവശ്യം ഇപ്പം ഇല്ല. കയ്യിൽ വെച്ചിരുന്നാൽ മതി. അതുകൊണ്ട് നിങ്ങൾ തെരഞ്ഞെടുപ്പ് നടത്തി അവിടെ പുതിയ ഭരണകക്ഷി ജനാധിപത്യം പുനഃസ്ഥാപിക്കും നിങ്ങളുടെ രാജ്യത്താദ്യം. അത് കഴിഞ്ഞിട്ട് മതി ഈ യുദ്ധത്തിന് പോകുന്നത്. വേണോ വേണ്ടയോ എന്ന് പുതിയ ഭരണാധികാരി തീരുമാനിക്കട്ടെ. അതിന് ഈ സെലൻസ്കി എന്ന് പറയുന്ന കള്ളൻ പറയുന്ന മറുപടി എന്തെന്നറിയോ? അതാണ് വിചിത്രം. നേറ്റോ ക്ലബിൽ എനിക്ക് അംഗത്വം തരുന്നവരെ ഞാൻ തുടരും, അത് കഴിഞ്ഞാൽ ഞാൻ രാജിവെച്ചു പോകും. തട്ടിപ്പാണ്. ഈ നമ്മുടെ കേജ്രിവാളിനെ പോലെ ഒരു ടൈപ്പാണ് ഇയാൾ. കേജ്രിവാൾ പറഞ്ഞത് ഇങ്ങനെ തന്നെയാണല്ലോ, ഞാൻ മുഖ്യമന്ത്രി പദം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഞാൻ മുഖ്യമന്ത്രി പദം രാജിവെച്ച് പോകാം എന്നാണല്ലോ ആദ്യം പറഞ്ഞത്. പിന്നെ അല്ലേ രാജിവെച്ചത്. അപ്പോൾ ജനങ്ങൾ വീണ്ടും തിരഞ്ഞെടുക്കും. മുഖ്യമന്ത്രിയായിട്ടിരുന്നുകൊണ്ട് അഴിമതി നടത്തി പണവും കൊടുത്ത് സൗജന്യങ്ങളും കൊടുത്ത് കരുതി ആ തന്ത്രം തന്നെയാണ് ഇയാളും പ്രയോഗിക്കുന്നത്. അധികാരത്തിലിരുന്നു കൊണ്ട് നേറ്റോ ക്ലബ്ബിൽ അംഗമാവുക, എന്നിട്ട് രാജിവെക്കാൻ ജനങ്ങൾ സമ്മതിക്കുമോ? നേറ്റോ ക്ലബ്ബിൽ അംഗമായാൽ പിന്നെ ഇയാൾ രാജിവെക്കാൻ ജനങ്ങൾ സമ്മതിക്കുമോ? ഇല്ല. യുക്രൈന് പിന്നെ ആരെയും പേടിക്കേണ്ട കാര്യമില്ലല്ലോ. ആ ഒരു അവസ്ഥ കൊണ്ടുവന്നിട്ട് അത് അങ്ങ് പിൻവാങ്ങാം. ഈ നേറ്റോ രാജ്യങ്ങൾ പരസ്പരം സഹായിക്കുന്ന അവർക്ക് പണമുണ്ട്. അതുകൊണ്ടാണ്. യുക്രൈൻ ഈ പണം വല്ലതും ഉണ്ടോ? എന്തെങ്കിലും വിഭവശേഷിയുണ്ടോ അവർക്ക്? അവരുടെ ഈ അപൂർവ ധാതുക്കൾ എന്ന് പറഞ്ഞാൽ അത് ഖനനം ചെയ്തെടുക്കണം. ഖനനം ചെയ്തെടുക്കുന്നത് വലിയ ചിലവുള്ള കാര്യമാണ്. അമേരിക്കയെ പോലുള്ള രാജ്യങ്ങൾക്ക് അതിന് കഴിവില്ല. അതവിടെ കിടക്കുക. നമ്മുടെ ഈ ലോഹമണലിൽ ഉണ്ടല്ലോ തീരദേശത്തെ, അതുപോലെ തന്നെയാണ് ഈ കടലിൽ ഇപ്പോൾ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നത്. നമ്മുടെ കടലിൽ അതിൻ്റെ ബാൻഡിക് റീജിയനിൽ നടത്തുന്ന ഖനനത്തെ ഇപ്പോൾ എതിർക്കുന്നത്. ബാൻഡിക് അത് വലിയൊരു സംഭവമാക്കി മാതൃഭൂമി ഒരു ക്യാമ്പയിൻ നടത്തിയിരിക്കുക. ഒരു കാര്യവുമില്ല. അവിടെ നിന്ന് കുറച്ച് 200 ടൺ മണലോ മറ്റോ എടുക്കുക, പാവപ്പെട്ട ആളുകൾക്ക് വീട് വെക്കാൻ. കടൽ തീരത്ത് തന്നെ ഉപയോഗിക്കാനാണ്. കടൽ തീരത്ത് ഉപയോഗിച്ചാൽ ഒരു ഗുണം, വർഷങ്ങൾ കഴിയുമ്പോൾ ഈ വീടൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴും. അത് കടലിലോട്ട് ചെന്ന് ചേരുവന്നേ. ഈ നിങ്ങൾ ഈ എറിയുന്ന പ്ലാസ്റ്റിക് കുപ്പികളും അതുപോലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ, അത് ചെയ്യുന്ന അത്രയും ദോഷമൊന്നും മത്സ്യസമ്പത്തിന് അത് ചെയ്യാൻ പോകുന്നില്ല. ചുമ്മാ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അതിനെതിരെ കുറച്ച് പാവങ്ങളെ സഹായിക്കാൻ വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവന്ന ഒരു പദ്ധതി എടുത്തുകൊണ്ടിരിക്കുക. ഒരുപാട് കള്ളത്തരങ്ങൾ നടക്കുന്നുണ്ടെന്നേ പത്രപ്രവർത്തനത്തിൻ്റെ പേരിൽ. അത്തരമൊന്നാണ്. കുറേ പേരെ വെച്ചിട്ട് അവർക്ക് പബ്ലിസിറ്റി കിട്ടാൻ വേണ്ടി ഇവരെല്ലാം പരിസ്ഥിതിയുടെ പേരും പറഞ്ഞ് ജോസ് കെ മാണി ഇപ്പോൾ അനുകൂലിച്ച് സംസാരിക്കുന്നു. അയാൾക്ക് തീരദേശങ്ങളുമായിട്ട് വലിയ ബന്ധമുള്ള ആളല്ല. അയാൾ മലയോര കർഷകരുടെ അധ്വാന ശക്തിയുടെ ആളാണ്. അയാളും കയറി ഇവിടെ ഒന്നും പറയാനില്ല. വന്യമൃഗശല്യമുണ്ട്, ആൾക്കാർ കൊല്ലപ്പെടുന്നു, കയ്യേറുന്നു, പുതിയ ഇഷ്യൂ കൊണ്ടുവന്നിരിക്കുക. കോൺഗ്രസിൻ്റെ പിന്തുണയും വന്ന് കോൺഗ്രസിനെ വീണ്ടും അധികാരത്തിൽ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക. പത്രങ്ങളുടെ ഈ നീചപ്രവൃത്തികൾ നമുക്ക് അറപ്പുളവാക്കുന്ന തരത്തിലേക്ക് പോയിരിക്കുകയാണ്. ഇപ്പോൾ കേശവമേനോൻ്റെ പത്രമൊന്നും അല്ലത്, KP കേശവമേനോൻ്റെ. അതുപോട്ടെ, എല്ലാ പത്രങ്ങൾക്കും ഉണ്ട്, അപജയം മനോരമയ്ക്കും ഉണ്ട്. അതുപോട്ടെ, നമ്മുടെ വിഷയം അതല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ട് മാതൃഭൂമി മാത്രമേ അത് കാര്യമായിട്ട് കൊടുത്തിട്ടുള്ളെന്ന് തോന്നുന്നു. അതുപോലും ഏറ്റവും അത്രയെങ്കിലും കൊടുത്തു അവർ. പത്രത്തിൻ്റെ ഏറ്റവും പിന്നിലത്തെ പേജിൽ പിൻവാതിലിൽ കൂടെ വാർത്ത കൊടുത്തിരിക്കുന്നത്. വലിയൊരു സംഭവമാണിത്. ട്രംപിന്റെ നീക്കം വലിയ രീതിയിൽ ലോകക്രമത്തെ തന്നെ ഒരു പക്ഷെ മാറ്റിമറിച്ചേക്കും. പോട്ടെ, ലോകക്രമം മാറ്റുന്നത് പോട്ടെ, ഈ യുദ്ധം തൽക്കാലം അവസാനിക്കും. അമേരിക്ക കൊടുത്ത സഹായം കൊണ്ടാണ് യുദ്ധം ഉണ്ടായി നമ്മൾ ഇത്രയും നരകിച്ചത്, ലോകം ഇത്രയും നരകിച്ചത്. ഇനിയിപ്പോൾ അത് വേണ്ട. അത് അമേരിക്കയുടെ ചെലവിൽ നിങ്ങൾ യുദ്ധം നടത്തണ്ട എന്നുള്ള വളരെ വ്യക്തമായ സന്ദേശം കിട്ടിക്കഴിഞ്ഞു. ഇത് ലോക സമാധാനത്തിന് നല്ലതാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.